മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ ദിവസവും നമ്മളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ അത് നമ്മൾ അനുഭവിക്കുക. സ്നേഹവും കരുണയും കർത്താവ് തൻ്റെ മനുഷ്യമക്കളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ഓരോ പ്രഭാതത്തിലും അവനോട് നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രഭാത വിരുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ സകല ചരാചരങ്ങളോടും ചേർന്ന് കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹം അധികമായി അനുഭവിക്കുവാൻ ഇന്നത്തെ ദിവസം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞും കർത്താവിനെ സ്തുതിച്ചും ആരാധിച്ചും ഈ ദിവസം മുഴുവനും ദൈവോന്മുഖമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ആ ഒരു കൃപയിലായിരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ ഇന്നേ ദിവസം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും കടന്നു വന്ന് അനുഗ്രഹിക്കുവാനുമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ശ്രവിക്കുന്ന വചനങ്ങൾ അതിൻ്റെ ആഴത്തിൽ ഗ്രഹിക്കുവാനും അത് നമ്മുടെ ജീവിത മേഖലകളിൽ അനുഗ്രഹമായി തീരുവാനും അനേകർക്ക് അത് വെളിച്ചമായും ശക്തിയായും തീരുവാൻ, നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുവാനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിനായിട്ട് ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, വചനത്തിൻ്റെ നിറവ് നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ നിയോഗമായി പലതരത്തിൽ രോഗത്തിന് അടിമപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിക്കാം. പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിച്ച് വേദനിക്കുന്നവരുണ്ട്, ചികിത്സ ചെയ്യുവാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗം എന്താണ് എന്ന് അറിയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ രോഗം കണ്ടുപിടിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തികമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിൽ രോഗവുമായി ബന്ധപ്പെട്ട് വേദന അനുഭവിക്കുന്ന പല വ്യക്തികളെയും എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരുടെ മേലെല്ലാം കരുണ ചൊരിയണമേ. സൗഖ്യദായകനായ കർത്താവെ, അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നിയോഗം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് വചനം ശ്രവിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ.
പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മളൊരു വലിയ സംഭവം കാണുന്നുണ്ട്. തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ കർത്താവിൻ്റെ ശക്തമായ ഒരിടപെടൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. തൻ്റെ പീഡകൾക്കും സഹനങ്ങൾക്കും കുരിശു ചുമക്കലിനും അപമാനങ്ങൾക്കും ഒടുവിൽ കുരിശിൽ മരിച്ച് പുനരുദ്ധാനം ചെയ്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ജീവിത മേഖലകളിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എങ്കിലും അവൻ ശരിക്കും ജീവിക്കുന്നുണ്ടോ എന്ന സംശയം ഒരു പക്ഷേ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നിരിക്കാം. അതിനാൽ തന്നെ ആയിരിക്കാം അവർ പറയുന്നത്, ശിഷ്യപ്രമുഖനായ പത്രോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന്. മീൻ പിടിക്കാനായി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ള അപ്പോസ്തലന്മാർ പറയുകയാണ്, നീ പോവുകയാണെങ്കിൽ ഞങ്ങളും നിന്നോടത്ത് വരാം, നിന്നോടത്ത് ഞങ്ങളും വരും എന്ന ആ ഒരു തീരുമാനം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ ഈശോ യഹൂദരുടെ ഇടയിലേക്ക്, അവരുടെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ, ബെഥാനിയയിലേക്ക് പോകുമ്പോൾ, ലാസറിൻ്റെ ഭവനത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ശിഷ്യന്മാർ പറയും, അവരെല്ലാവരും നിന്നെ ക്രൂശിക്കുവാനായി അവസരം നോക്കിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ യേശു ഇതൊന്നും ഗമനിക്കാതെ തൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ശിഷ്യരിൽ കർത്താവ് അധികമായി സ്നേഹിച്ചു എന്ന് കരുതുന്ന, പറയപ്പെടുന്ന തോമസ് പറയുന്നത്, വരൂ നമുക്കും അവനോടുകൂടെ പോവാം, അവനോടുകൂടെ പോയി മരിക്കാം എന്നാണ് പറയുന്നത്. അതായത് ദൈവസ്നേഹത്തിൻ്റെ അനുഭവം അവരിൽ ഉണ്ടായിരുന്നു. അവനോടൊപ്പം നമുക്ക് പോകാം, മരിക്കാം എന്ന് പറഞ്ഞ ശിഷ്യന്മാർ തന്നെ ഇപ്പോൾ പറയുകയാണ്, നമുക്ക് പോകാം. എങ്ങോട്ടാ? മീൻ പിടിക്കാൻ. കർത്താവിൻ്റെ അടുത്തേക്ക് പോകാമെന്നല്ല അവർ പറയുന്നത്, മറിച്ച് നമുക്ക് മീൻ പിടിക്കാൻ പോകാം എന്നാണ് പറയുന്നത്. അതായത് ദൈവികമായ അനുഭവങ്ങളുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ആഴത്തിൽ, ആ അനുഭവത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുക. അവർ പറയുന്നു, പത്രോസാണ് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള എല്ലാവരും പറയും, നമുക്ക് ഇവനോട് കൂടി പോകാം. എന്തിനാ? മീൻ പിടിക്കാനാണ്. തങ്ങളുടെ ഉപജീവനത്തിൻ്റെ കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. മറ്റു കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. കർത്താവിനെക്കുറിച്ചുള്ള ചിന്തകൾ അവരിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കാം. അല്ലെങ്കിൽ അവരിലെ ദുഃഖം, അവരുടെ തകർച്ച, അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെ ആ ചിന്തയിൽ നിന്ന് അകറ്റിക്കളഞ്ഞിട്ടുണ്ടാവാം. അതാണല്ലോ യേശു പുനരുദ്ധാനം ചെയ്തെന്ന് പോലും അവർ വിശ്വസിക്കാതെ അവർ തങ്ങളുടെ പഴയ പണികളിലേക്ക് തിരിഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു അനുഭവം നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുവാനായി ഒരു മനുഷ്യൻ വെമ്പൽ കൊള്ളാറുണ്ട്. യേശു അനുഭവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പഴയതിലേക്ക് തിരിച്ചു പോകണമെന്ന ചിന്ത കടന്നു വരും. പഴയ കാര്യങ്ങൾ സ്വാധീനിക്കാൻ തുടങ്ങും. പഴയതാണ് നല്ലതെന്ന് തോന്നും. അത് അവരുടെ ജീവിത മേഖലകളിൽ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അതാണ് നമ്മളിവിടെയും കണ്ടുമുട്ടുന്നത്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ പൂർണ്ണത പ്രാപിക്കാത്ത ശിഷ്യന്മാർ, ആ വിശ്വാസത്തിൽ വളർച്ചയുണ്ടാകാത്ത ശിഷ്യന്മാർ, അവർ ചിന്തിക്കുക, ഇനി ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ പഴയ പണി തന്നെ ഞങ്ങൾ ചെയ്യണം. ഇനി ജീവിക്കണമെങ്കിൽ പഴയ പണി തന്നെ ചെയ്യണം. പുതിയ പണി ചെയ്ത് ജീവിക്കണമെങ്കിൽ അതിലൊരു സഹനമുണ്ട്. അനേകർ അപമാനിക്കും, അനേകർ മാറ്റി നിർത്തും, അനേകർ ഉപദ്രവിക്കും, മുഖത്ത് തുപ്പും, അടിക്കും. ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനാൽ പഴയ പണിയിലേക്ക് പോകുന്നതാണ് നല്ലത്.
പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുമുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറി ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇതാണ് നല്ലത്, ഇതാണെങ്കിൽ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്തോളും, മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വീണ്ടും തിരികെ നോക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ വന്നെത്താറുണ്ട്. അതിനെ ജയിക്കാൻ കഴിയണമെങ്കിൽ യേശു അനുഭവം നമ്മിൽ ശക്തമായിട്ടുണ്ടാവണം. യേശു അനുഭവം ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അവനോടൊത്ത് ജീവിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ശിഷ്യന്മാർ അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ തന്നെ വള്ളവും വലയും എടുത്തുകൊണ്ട് വീണ്ടും പഴയ പണിയിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അവിടെയൊക്കെ അവർ വിചാരിച്ചത് തങ്ങളുടെ പഴയ സാമർഥ്യം തങ്ങൾക്ക് തുണയാകുമെന്ന, തങ്ങളുടെ അറിവുകൾ തങ്ങൾക്ക് തുണയാകുമെന്ന, തങ്ങളുടെ അനുഭവം തങ്ങൾക്ക് തുണയാകുമെന്ന. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ കാണുന്നത് അവർ ആഗ്രഹിച്ചതോ അവർക്ക് അനുഭവമായിരുന്നതോ ഒന്നും അവരെ തുണയ്ക്കുന്നില്ല. സകലതും അവർക്ക് പ്രതികൂലമായി തീരുകയാണ്. കടൽ വരെയും അവർക്ക് പ്രതികൂലമാകുന്നു. അവരുടെ അനുഭവങ്ങളെല്ലാം പരാജയപ്പെടുന്നു. അവരുടെ ശാരീരിക ശക്തി തന്നെ ക്ഷയിക്കുകയാണ്. അവർ ക്ഷീണിച്ചവശരായി എന്നാണ് നമ്മൾ കാണുന്നത്. ക്ഷീണിച്ചവശരായി പ്രഭാതമാകുമ്പോൾ അവർ നിരാശയിൽ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു യുവാവ് അവരുടെ അടുത്തേക്ക് കടന്നു വന്ന് അവരോട് പറയുകയാണ്. സ്നേഹത്തോടെ അവരുടെ ജീവിതത്തെ നോക്കി അവൻ വിളിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21:5 നാം കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? സ്നേഹത്തോടെ അവൻ്റെ ഒരു ചോദ്യം, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യമാണ് അവരുടെ ജീവിതത്തെ മാറ്റുന്നത്. ഇതുപോലെ തങ്ങളോട് താല്പര്യത്തോടെ ചോദിക്കാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന ചിന്ത അവരിലേക്ക് വരികയാണ്. അപ്പോൾ മുതൽ അവരുടെ ജീവിതം മാറാൻ തുടങ്ങി. അവരുടെ ചിന്തകൾ മാറാൻ തുടങ്ങി. അവരുടെ ആലോചനകളിൽ നിന്ന് വ്യതിചലനം സംഭവിക്കാൻ തുടങ്ങി. അവർ യേശു അനുഭവത്തിലേക്ക് വളരുകയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ മീനൊന്നുമില്ല, ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുക, അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. കർത്താവ് എന്താണ് പറഞ്ഞേ? ഞാൻ പറയുന്നത് പോലെ വലയിറക്ക്. വിശ്വാസത്തോടെ അവൻ വെറും ഒരു വഴിപോക്കനായി നിന്ന് പറഞ്ഞ ഒരു വ്യക്തി, അത്രയേ ഉള്ളൂ അവർക്ക്. അത് യേശു ആണെന്നൊന്നും അവർക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്കിലും യേശു അനുഭവം അവരിൽ ജ്വലിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ഓരോ വാക്കും, അതാണ് അവർ ആ വാക്കുകളൊക്കെ കേൾക്കുക. യേശുവാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. മറിച്ച് യേശു അനുഭവം അവരിൽ ജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറയുന്നത് പോലെ അവർ ചെയ്യാൻ തുടങ്ങി. അവരുടെ ജീവിതങ്ങൾ മാറാൻ തുടങ്ങുകയാണ്. അവൻ പറഞ്ഞതുപോലെ വലയിറക്കി. വല നിറഞ്ഞു. 153 മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം, ഈ വല നിറഞ്ഞ് വള്ളം നിറഞ്ഞ അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് ബോധ്യമാകുന്നത് ഇവൻ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, മറിച്ച് അവൻ യേശുവാണ് എന്ന്. യേശുവാണെന്ന് കേൾക്കുമ്പോൾ തന്നെ പത്രോസ് തൻ്റെ പുറങ്കുപ്പായം എടുത്ത് വലിച്ചെറിഞ്ഞ് അവൻ കടലിലേക്ക് ചാടി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് തൻ്റെ ജീവിതത്തിൽ വന്നതിനെ ഓർത്ത് അനുതപിച്ച് അനുതാപത്തിൻ്റെ കടലിലേക്ക് അവൻ ചാടുകയാണ്. തൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നു. കരയിലടുത്തപ്പോൾ അവിടെ തീക്കനൽ കൂന കൂട്ടിയിരുന്നു. തീക്കനൽ, അഗ്നി, ജ്വലിക്കുന്ന അഗ്നി, അത് വിശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിയുടെ പ്രതീകമാണ്. അഗ്നി
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ ഈ അഗ്നി അവർ കണ്ടു എന്നാണ് പറയുന്നത്. ദൈവ ചൈതന്യം അവരിൽ പ്രവേശിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിന് അപ്പോൾ തന്നെ പ്രാരംഭമാവുകയാണ്. അവിടെ അവർ ജ്വലിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനം അവരുടെ ജീവിതത്തെ മാറ്റി. അവരുടെ ദുരനുഭവങ്ങളിൽ നിന്ന് ദൈവിക അനുഭവത്തിലേക്ക് അവർ വളരാൻ തുടങ്ങി. അന്നു മുതൽ യേശുവിൻ്റെ സ്നേഹത്തിൽ ജ്വലിക്കുന്നവരായി അവർ മാറുകയാണ്. പന്തക്കൊസ്ത അനുഭവത്തിലൂടെ അവർക്ക് ലഭിച്ചത്, അന്ന് കർത്താവ് നൽകിയ ആ പ്രചോദനം അവരുടെ ജീവിതത്തിൽ വലിയൊരു ജ്വലനമായി മാറി. അത് കത്തി ജ്വലിച്ചു. അവർ ലോകമെങ്ങും അവന് സാക്ഷികളാവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവിക അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ഇന്നേ ദിവസം നമുക്ക് ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം, ദൈവിക അനുഭവം, എല്ലാം മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുവാനുള്ള ഒരു തീക്ഷ്ണത, പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു മനസ്സ്, അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തണമേ എന്ന് നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിക്കാം. കർത്താവ് നൽകുന്ന സകല അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. കൃതജ്ഞതയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് ഓർത്ത് സമർപ്പിക്കുന്ന നിയോഗങ്ങൾ, പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, വേദനിക്കുന്നവർ, ചികിത്സിക്കാനൊരു മാർഗവുമില്ലാത്തവർ, രോഗികളായിരിക്കുന്നവർ, ആശുപത്രികളിൽ കഴിയുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരെയും നമുക്കൊന്ന് ഓർത്ത് സമർപ്പിക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങൾ അനുഗ്രഹമാകാനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് സകല വിശുദ്ധരുടെയും പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ സഹായം അപേക്ഷിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ, ഗുഡ്നസ് ചാനൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾ അനേകർക്ക് അനുഗ്രഹമായി തീരാൻ, മാനസാന്തരങ്ങളും ദൈവസ്നേഹാനുഭവവും എല്ലാവരിലും നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും ഓരോ ശുശ്രൂഷയിലൂടെയും ദൈവാനുഗ്രഹം ഉണ്ടാകാനുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന എല്ലാവരോടും ചേർന്ന് നമുക്കും ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. ഒരു ജപമാലയോ കരുണ ജപമാലയോ ഒക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ നമ്മളെ തന്നെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുകയും ഈ ശുശ്രൂഷകളോടെല്ലാം ചേർന്ന് നമ്മളായിരിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിനും യേശുവിൻ്റെ സ്നേഹത്തിനുമായി നമ്മെ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
തിരുസഭയോട് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ പിതാവിനോട് ചേർന്ന് അതേപോലെ തന്നെ എല്ലാ കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം
നമ്മളുടെ മേലും നമ്മളുടെ കുടുംബങ്ങളുടെ മേലും നമ്മുടെ ജീവിത മേഖലകളിലേക്കും ഉണ്ടാകുവാനായി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.